ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഫ്രൈഡ് ബൺ എങ്ങനെ പച്ചവെള്ളത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 ഗ്ലാസ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. സാധാരണ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം പൊങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ട് പൊങ്ങിയതിന് ശേഷം മാത്രം മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇളം ചൂട് പാലൊഴിച്ചിട്ട് നമ്മൾ ഈ മാവൊന്ന് കുഴച്ചെടുക്കുകയാണ്. പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പാല് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാകത്തിന് ആഴി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഈ പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളവും ഒഴിച്ചിട്ടിത് കുഴച്ചെടുക്കുക. പാലാവുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. ചൂടുവെള്ളമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാവ് നമ്മൾ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ പൊങ്ങി കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഒരു 1.5 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. 1.5 മണിക്കൂറായപ്പോഴേക്കും നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഞാനൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബണ്ണ് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മളിത് ഓയിലിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഫ്രൈഡ് ബണ്ണ് അങ്ങനെയാണ് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ ഇത് നമ്മൾ തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു 5 മിനിറ്റ് സമയമാകുമ്പോൾ നമ്മളിതൊന്ന് തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പോലെ തന്നെ പൊങ്ങി വരും. പൊങ്ങി കഴിഞ്ഞാൽ നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. സാധാരണ പച്ചവെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു ബണ്ണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഉള്ളിൽ മസാലകളൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഈ ഒരു ബണ്ണ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല പോലെ ആയതിനു ശേഷം ഞാൻ 2 ഭാഗവും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇത് നമുക്ക് ചൂടാറിയിട്ട് ഇതുപോലെ തന്നെ കഴിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് ഓയിലൊന്ന് മൊരിയിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിലും നമുക്ക് ഉള്ളിൽ ക്രീം വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചിട്ട് അത് 2 ഭാഗം ഒന്ന് മൊരിയിച്ചെടുക്കുക, തിരിച്ചു മറിച്ചിട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ബോയിൽ ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. ഞാൻ ആ ഒരു 2 സൈഡൊന്ന് മൊരിയാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഓയിലൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളൂ. ഇനി ഇതുപോലെ നമുക്ക് വെട്ടിയതിന് ശേഷം സാധാരണ നമ്മുടെ ബട്ടർ ക്രീം തേച്ചിട്ട് അങ്ങനെ കഴിക്കാം. ഇല്ലെങ്കിൽ കസ്റ്റർഡ് ക്രീമോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. ചൂടോട് കൂടി തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.